ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ബ്ലൗസാണ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ബ്ലൗസിൻ്റെ നെക്കൊന്ന് ആരി വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡിൽ ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരി വർക്ക് ചെയ്യുന്ന നീഡിലും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അതിനായിട്ട് 2 ത്രെഡ്, അതായത് നമ്മുടെ നോർമൽ മിഷ്യൻ ത്രെഡ് 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മുടെ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ തരുന്നത് ഇങ്ങനെ സ്റ്റിച്ചഡ് ബ്ലൗസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ കുത്തിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കുത്തിയിട്ട് എടുക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടോടു കൂടി ഞാൻ ആ ഒരു ഘട്ടം കടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനി ഷുഗർ ബീഡ്സ് ഒരു 4 or 3 വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ മുത്തുകളുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ എണ്ണം കൂട്ടിയും കുറച്ചും കൊടുക്കാനായിട്ട്. ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ ചെയ്ത അതേ ചെയിൻ സ്റ്റിച്ച് തന്നെ ഞാൻ ഒരു ഗോൾഡൻ ബീഡ്സ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ ചെറുതായതുകൊണ്ട് ഞാൻ 2 വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ലൈന് കൂടി ഫുള്ള് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ചതുരത്തിന് ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടില്ലേ, അത് നമ്മൾ ആ ഗോൾഡൻ മുത്തിൻ്റെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം താഴത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുമ്പോൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റും ഒരു ഇതേപോലെ ഷുഗർ ബീഡ്സ് കൊണ്ടൊരു ബോർഡർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ ഒരു 4 വെച്ച് കൊടുക്കുക, അടുത്ത സൈഡിലും ഇതുപോലെ 4 വെച്ച് കൊടുക്കുക, വീണ്ടും ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 4 വെച്ച് കൊടുക്കുക. ഇനി സെൻറ്റർ ഭാഗത്ത് ചിലപ്പോൾ 3 മുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 3 മുത്തും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഇതുപോലെ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള എല്ലാ കുന്തൻ സ്റ്റോണുകളിലും ഇതുപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമ്മളൊരു അര ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്കൊന്ന് ഫില്ലായി കിട്ടും. ഫുള്ള് ഫില്ലാവില്ല, പക്ഷേ ഏകദേശം ഒരു നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ആരി വർക്കിൻ്റെ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഞാൻ എടുത്തു വെച്ചു കേട്ടോ. കാരണം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതുപോലെയല്ലേ ഞാൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ, ഇതുപോലെ ആ ഒരു ചതുരത്തിലുള്ള നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അത് നിർത്താം കേട്ടോ. പക്ഷെ ഞാനിത് കുറച്ചുകൂടി വർക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബ്രൈഡൽ ബ്ലൗസ് അല്ലേ, അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സീക്വൻസും കട്ട് ബീഡ്സും ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഗോൾഡൻ ബീഡ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു V ഷേപ്പിൽ, അതായത് ഒരു ലീഫ് ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു സീക്വൻസും 2 കട്ട് ബീഡ്സും ഇതുപോലെ ഒന്ന് ഒരു V ഷേപ്പിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് കുറച്ച് മുകളിലായിട്ട് കുത്തിയെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു സീക്വൻസും 2 കട്ട് ബീഡ്സും സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലീഫ് ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഗോൾഡൻ ബീഡ്സിൻ്റെയും മുകളിലായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. അതായത് ഞാൻ ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളിപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബീഡ്സിനെയും കാട്ടിയും കുറച്ചുകൂടിയും വലിയ ഒരു സൈസിലുള്ള ഗോൾഡൻ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കണ്ടു നോക്കാം. അപ്പം ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ നെക്ക് അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം
ഇതാ നോക്കി നോക്കൂ, എന്ത് ഭംഗിയിലാണ് നമുക്ക് ആ ഒരു നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ അവിടെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിറക്കി കൊടുത്തു. കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയില്ലേ അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് ഫുള്ളായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ഫ്രണ്ട് നെക്കിലും അതേപോലെ തന്നെ ബാക്കിലും ഫുള്ളും ചെയ്തെടുത്തു. പിന്നെ ഫ്രണ്ടിൽ ഞാൻ വൺ സൈഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, കാരണം മറ്റേ സൈഡ് പ്ലീറ്റ്സ് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ അത് ആവശ്യമില്ല. പിന്നെ ഞാൻ നമ്മുടെ സ്ലീവ് കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ള അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കീ ഹോളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഹാങ്ങിങ് സ്ലീവിൻ്റെ അടിയിലുള്ള ആ ഒരു ഹാങ്ങിങ് എന്താ പറയുക അധികം ലെങ്ത്ത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് ഇല്ലെങ്കിൽ അതത്ര കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ ആടി കളിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് എല്ലാതും ചെയ്ത് കഴിഞ്ഞ് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത്, അയ്യോ ഇത് വേണ്ടായിരുന്നു, കുറച്ചുകൂടി ലെങ്ത്ത് വേണം, പിന്നെ അവിടെ ഒരു ക്രിസ്റ്റൽ ഉപയോഗിച്ചാൽ മതി, കാരണം സാരി റെഡാണ് വരുന്നത്, അപ്പോൾ റെഡ് പോലത്തെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് കസ്റ്റമറുടെ എന്താണോ പറയുന്നത് അതല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുക, അപ്പോഴാണല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പം നമ്മൾ അഴിച്ച് പണിയണമെന്ന് വിചാരിച്ചിട്ട് വലിയ എന്താ പറയുക കുറ്റബോധമൊന്നും തോന്നിയിട്ടൊരു കാര്യമില്ല, കാരണം അവർക്ക് അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പം എനിക്കൊരു മടിയും കൂടാതെ ഞാൻ ചെയ്തത് അത്രയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആരി വർക്കാണ് ചെയ്തെടുക്കണമെന്ന് വെച്ചാലേ ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, നമുക്കതൊരു ഒരൊറ്റ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം നമുക്കിങ്ങനെ പെട്ടെന്ന് അയച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്, അതായത് നോർമൽ നീഡിലും സൂചി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കേണ്ടത് പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്ന്, പക്ഷേ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് കൊണ്ടാണ് കേട്ടോ. പക്ഷേ നോർമലി അത് നോക്കുമ്പോൾ അത് പറിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗത്തുള്ള ഭാഗം ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം അവിടെ അത് വേണ്ട, നമുക്ക് അവിടെയും ഇതേപോലെ റെഡ് കളറിലുള്ള എന്തെങ്കിലും ക്രിസ്റ്റൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എക്സ്ട്രാ ഒരു വർക്ക് കൂടി ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, കുഴപ്പമില്ല, ഒരു ബ്രൈഡൽ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വർക്ക് ആവാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്ലീവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ബുട്ടാസും ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരു ഓർഡർ പ്രകാരം കേട്ടോ. അപ്പോൾ അതുകൂടി അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ലീഫ് ഡിസൈൻ ചെയ്തില്ലേ സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ട്, ആ ഒരു ലീഫ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയ സൈസിലുള്ള ആ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രെയിമിലിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഓരോരോ ഭാഗത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോർമൽ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ഫ്രെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല നമുക്ക് നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഫ്രെയിമൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി നല്ലതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ അടിഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ലീഫ് ഡിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ കേട്ടോ. നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സീക്വൻസും 2 കട്ട് ബീഡ്സും ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റർ ഭാഗത്തോട്ടേക്ക് ഒന്ന് ചെരിച്ച് കുത്തിയിറക്കി കൊടുത്തു. അതിനുശേഷം ഇപ്പുറത്തൊന്നും അതേപോലെ എടുത്തു. കണ്ടില്ലേ, ഈ ഒരു ലീഫ് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അടിഭാഗത്തായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡും, കുറച്ച് വലിയ സൈസിലുള്ള ആ ഒരു ഗോൾഡൻ ബീഡും അങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബുട്ടാസിൻ്റെ ഡിസൈൻ. കണ്ടില്ലേ, അപ്പോൾ സ്ലീവ് മൊത്തം നമ്മളതൊന്ന് ചെയ്ത് എടുത്തപ്പോൾ ഒന്നുകൂടി ഭംഗിയായി കിട്ടി. ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഹാങ്ങിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ അടിവശത്ത് നിന്നാണ് സൂചി കുത്തിയെടുക്കുന്നത്. അപ്പോൾ കെട്ടൊക്കെ നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്ക് പോവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുത്തു. അതിനുശേഷം 8 എണ്ണാണോ 10 എണ്ണാണോ എന്ന് എനിക്ക് അധികം ഓർമ്മയില്ല, കാരണം നമ്മളിത് വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്രണ്ണ കൊടുത്തെന്ന് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഒരു 8 or 10 വെച്ചിട്ടുണ്ട് ഷുഗർ ബീഡ്സ്. അതിനുശേഷം ഒരു വലിയ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഡ്രോപ്പ് ബീഡ് കേട്ടോ, ക്രിസ്റ്റലാണ്, അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ പല ഷേപ്പിലുള്ള ബീഡ്സുകൾ കിട്ടും. കണ്ടില്ലേ, ഡ്രോപ്പ് ബീഡ് തന്നെ പല പല കളറിൽ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അതേപോലെ ഇത് കണ്ടില്ലേ, ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ്. പിന്നെ ഇത് നോക്കി നോക്കൂ, ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ് കേട്ടോ. ഒരു വൈറ്റ് പേളാണ്, ഭയങ്കര വെയിറ്റ്
വെയിറ്റും ഉണ്ട്. പിന്നെ അങ്ങനെ ഇതുപോലെ ഒത്തിരി നല്ല പല ഷേപ്പിലും കളേഴ്സിലും ഡിസൈനിലും ഒക്കെ നമുക്ക് ഹാങ്ങിങ്സ് ചെയ്യാനായിട്ടുള്ള മുത്തുകൾ കിട്ടും. അപ്പോൾ നമ്മളത് കിട്ടുമ്പോൾ കാണുമ്പോൾ മേടിച്ച് വയ്ക്കുക. ചിലപ്പോൾ പിന്നെ അതിനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്തതാണ് അതൊക്കെ. അപ്പം അതിന് ശേഷം ആ ക്രിസ്റ്റൽ വെച്ചതിന് ശേഷം ഞാൻ 3 ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ 3 ഗോൾഡൻ ബീഡിനെ മാറ്റിയിട്ട് ആ ഒരു ക്രിസ്റ്റലിൻ്റെയും ബാക്കിയുള്ള ഗോൾഡൻ ബീഡിൻ്റെയും ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇതുപോലെ സൂചി ഒന്ന് എടുത്തു കൊടുത്തേക്ക് എന്നെ ഇങ്ങനെ കുത്തിക്കയറ്റിയാണ് കേട്ടോ. എന്നിട്ടോ ലാസ്റ്റ് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടും അവിടെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ പരമാവധി കഴിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു ഹാങ്ങിങ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതിൽ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് ഹാങ്ങിങ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഉള്ളത് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ടുള്ള ആ ഒരു ഹാങ്ങിങ്സ് ആണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമ്മൾ സൂചി നൂലൊക്കെ കുത്തിയെടുക്കുന്നത്. അതിനുശേഷം 6 or 8 ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷുഗർ ബീഡ്. അതിനുശേഷം ഒരു ക്രിസ്റ്റൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ ഗോൾഡൻ ബീഡിനെ മാറ്റിയിട്ട് ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു സൂചി നൂലും കയറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം, നമ്മുടെ മുത്തുകളുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ വീതി കണക്കാക്കാനായിട്ട്. കാരണം ഒന്ന് നല്ല ഭംഗിയിലൊരു അറേഞ്ച് ചെയ്യണ്ടേ, ഒന്ന് അടുപ്പിച്ചിട്ടായിട്ട് ഒന്നില്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഈ ഒരു ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ മുഴുവൻ ഹാങ്ങിങ്സും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്കിത് സ്പീഡായി തോന്നുന്നുണ്ട്, നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാങ്ങിങ്സ് വെക്കുന്ന തനിയെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഞാനിത് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സ് മൊത്തം നമ്മൾ ചെയ്തെടുത്തു. അപ്പം നിങ്ങൾ തന്നെ പറയൂ, നമ്മൾ മുന്നേ ചെയ്തതാണോ ഇപ്പോൾ ചെയ്തതാണോ കൂടുതൽ ഭംഗി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ മാത്രമാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, നെക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്കിൻ്റെ വീതിയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ലീവിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ കൂടുതൽ വർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ കണ്ടില്ലേ, ആ ഹാങ്ങിങ് ഒക്കെ വന്നപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടല്ലേ ആ കീ ഹോളിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈന്. പിന്നെ സ്ലീവിൻ്റെ അടിയിലുള്ള ഹാങ്ങിങ്സും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതും ആ ഒരു റെഡ് ക്രിസ്റ്റൽ വന്നപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.